ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് അങ്ങോട്ട് പോവുകയാണ്. എൻ്റെ കൂട്ടുകാരൻ്റെ കുഞ്ഞിൻ്റെയാണ്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ ഒരുങ്ങി, പിന്നെ ഐലൈനർ ഇട്ടു, ഡാസറിൻ്റെ ഐലൈനർ പൊട്ടിട്ടു, പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടു. ലിപ് ഗ്ലോസ് എന്ത് കുന്താണോ എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ആ കുന്തം ഇട്ടു. അതെൻ്റെ ഒരു സിസ്റ്റർ തന്നാണ്. അതിട്ട് എനിക്ക് അതിൻ്റെ ഷെയ്ഡ് നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ല ലൈറ്റ് ഷെയ്ഡാണ്. പിന്നെ മുടിയൊക്കെ കെട്ടി സെറ്റാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ കമ്മൽ തിരയണ പണിയാണ്. കമ്മൽ തിരഞ്ഞ് ഏത് കമ്മലിടുന്നത് ഭയങ്കര ഡൗട്ടാണ്. അങ്ങനെ നോക്കി ഒരു കമ്മൽ സെറ്റായി. കമ്മലെന്ന് പറഞ്ഞാൽ പാട്ടുത്സവം കാണാൻ പോയപ്പോൾ കിട്ടിയൊരു കമ്മലാണ്, വാങ്ങിച്ച കമ്മൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്റ്റഡ്. കാണാൻ ഒരു ഡയമണ്ട് കമ്മൽ പോലെ. ഇതിനിടയിൽ ചെക്കനാണെങ്കിൽ ഒരു ടോർച്ച് എടുത്ത്, അമ്മ ടോർച്ച് എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുഖത്തോട്ട് അടിക്കുകയായിരുന്നു. അങ്ങനെ എന്തായാലും കമ്മലൊക്കെ ഇട്ട് സെറ്റായതിന് ശേഷം ഞാൻ ഒരുങ്ങി റെഡിയായിട്ട് വേണം ഞാൻ അവനെ ഒരുക്കുക. ഇതിനിടയ്ക്ക് ഇച്ചാൻ ഗിഫ്റ്റ് വാങ്ങാൻ പോവുകയും ചെയ്തു കൊച്ചിന്. അതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞു, ക്രീമും പൗഡറും ഇടാൻ. അങ്ങനെ എന്തായാലും ക്രീമും പൗഡർ എന്തായാലും ഒരുങ്ങി. അത് കഴിഞ്ഞ് ക്രീം പൗഡർ ഇട്ടു. ആദ്യം ക്രീം ഇട്ടു, പിന്നെ പൗഡർ ഇട്ടു. ക്രീം ഞാൻ നിവ്യയുടെതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നിവ്യയുടെ നല്ല അടിപൊളിയാണ്. ഞാനതിട്ടു. പിന്നെ അത് കഴിഞ്ഞ് ഒരു യാർഡിയുടെ ഒരു പൗഡർ ഇട്ടു. അതൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞാൻ ഒരുങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ചെക്കനെ ഒരുക്കുന്ന പണിയായിരുന്നു. അവനെ പിടിച്ച് കൊണ്ടുവന്ന് ക്യാമറയുടെ മുന്നിൽ നിർത്തി. അപ്പോഴവൻ പറഞ്ഞു, അമ്മ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹായ്. ഇതിൻ്റെ ഇടയിൽ പിന്നിൽ നിന്ന് ഒരാളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. വേറെ ആരുമല്ല, അതെൻ്റെ അമ്മയാണ്. അവരിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ കുഞ്ഞിനെ ഒരുക്കുന്നത്. ഈ ഷർട്ട് അവൻ്റെ വലിയമ്മ, എൻ്റെ ചേച്ചി വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, അവൻ്റെ മമ്മി. ഇതിനിടയ്ക്ക് അവനെ ഒരുങ്ങി കഴിഞ്ഞപ്പോൾ ഇച്ചാനും വന്ന്. ഇച്ചാൻ ചടപടയെന്നൊക്കെയാണ് ഒരുങ്ങിയത്. ഒരുങ്ങി റെഡിയായി. ഞങ്ങൾ പിന്നെ ഇറങ്ങി, ബൈക്ക് കയറലായി, പിന്നെ പോകലായി. പോയി കുറേ വീഡിയോസൊന്നും എടുത്തില്ല. കുറച്ച് ദൂരം ഉണ്ട് പോകാൻ, 5 മിനിറ്റ് ദൂരം ഉണ്ട്. എന്നാലും ഇങ്ങനെ ബൈക്കിൽ പോയി. അതിൻ്റെ ഇടയ്ക്ക് ഇച്ചാൻ ചോദിക്കുന്നു, നീ വീഡിയോ എടുക്കുകയാണോ, ബാക്കിൽ ഫ്ലാഷ് ലൈറ്റ് കത്തിക്കണ്ടേ, വെട്ടം കിട്ടണം എന്നൊക്കെ എൻ്റെ അടുത്ത് ഓരോ വിശേഷങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, കാണാം. അങ്ങനെ എന്തായാലും ബർത്ത്ഡേ കുട്ടിയുടെ വീട്ടിലെത്താറായി. അതെന്ന് പറഞ്ഞാൽ ഇച്ചാൻ്റെ കൂടെ പഠിച്ച സ്വന്തം കൂട്ടുകാരൻ്റെ ഒരു കുഞ്ഞുമാവയാണേ. മോളാണ്. എനിക്ക് പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവളെ കാണാനുള്ളൊരു കൊതിയൊക്കെ കൊണ്ട് ഞാൻ ക്യൂരിയോസിറ്റി കൊണ്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. ഞങ്ങൾ എത്താറായി. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പോയപ്പോൾ കേക്ക് കട്ടിങ് കഴിഞ്ഞ് ആൾക്കാരൊക്കെ ഏകദേശം പോയി കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ബർത്ത്ഡേ വീട്ടിലെന്തായാലും എത്തി. ബർത്ത്ഡേ വീട്ടിലെത്തിയപ്പോൾ ഇതാണ് ബർത്ത്ഡേ കുട്ടി ഭയങ്കര കരച്ചിലാണ്. ഒന്നാമത് ചൂടാണ്. അതിൻ്റെ കൂടെ ആൾക്കാരിങ്ങനെ മാറി എടുത്തിട്ടാകും. കുഞ്ഞിന് ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുഞ്ഞിനെ കുളിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കുമായിരുന്നു. ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, പത്തിരിയും കോഴിക്കറിയും ഉണ്ടായിരുന്നു. നോമ്പാണ്, നോമ്പുള്ള ദിവസമാണ്. നോമ്പ് കുറേ കഴിഞ്ഞിട്ടായിരുന്നു കേക്ക് കട്ടിങ്. അതൊക്കെ കഴിഞ്ഞ് കുട്ടൂസിൻ്റെ അപ്പൂസിനുമായിട്ട് കളിച്ച്, കുട്ടൂസ് ആദ്യദേവ് അപ്പൂസൊക്കെ ആയിട്ട് കളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നെ ആദ്യം വീട്ടിലോട്ട് നേരെ ഓടിയ പറ്റി ഇവരെ മുന്നിലോട്ടായിരുന്നു. എന്തായാലും കുറച്ച് നേരം പെട്ടെന്ന് പോയി. എന്തായാലും ബർത്ത്ഡേ പരിപാടി അടിപൊളിയായിട്ട് നടന്നു. ഞങ്ങൾ പോയി ഭക്ഷണം കഴിച്ച് അടിപൊളിയായിട്ട് വന്നു. ഞങ്ങൾ വീട്ടിലേക്ക് കയറി.